അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? അൽഹംദുലില്ലാ നമുക്കും വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി കേട്ടോ. നമ്മൾ കുറച്ച് മട്ടനൊക്കെ വെച്ചിട്ട് കുറച്ച് കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ബിരിയാണിക്കായാലും ശരി, നെയ്ച്ചോറിനായാലും സാദാ ചോറിനായാലും എല്ലാത്തിനും കോമ്പിനേഷനായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായി ചുരണ്ടി കഴുകി മിക്സി ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇതുപോലെ വെളുത്തുള്ളി തോലൊക്കെ ഒലിച്ചെടുത്തിട്ട് തൊലിച്ചിട്ട് നമുക്കിതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കേട്ടോ. അത്യാവശ്യം 2 ദിവസം 3 ദിവസത്തിനുള്ളത് മാത്രമേ ഞാനിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ആക്കി വെക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നിൽക്കും. പക്ഷേ എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ഫ്രഷായിട്ടൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴാണ് എനിക്ക് ഒരു ടേസ്റ്റായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പേസ്റ്റ് നമ്മൾ വാങ്ങിച്ചാലും കൂടിയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒലിച്ച് അരച്ച് ഡപ്പാലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരുപാടൊന്നും അങ്ങനെ അരച്ചും വെക്കില്ല കേട്ടോ. 2 ദിവസം 3 ദിവസത്തിനുള്ളത് മാത്രം അത്യാവശ്യം മാത്രം ഇങ്ങനെ കുറച്ച് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഒരു മട്ടൻ വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ 2 സ്പൂണ് ഇഞ്ചി, 2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഉരിച്ചിട്ട് തോലൊക്കെ കളഞ്ഞ് ഒന്ന് അരച്ചിട്ട് ഫ്രിഡ്ജിലിട്ട് വയ്ക്കുക കേട്ടോ. ഒരാഴ്ചക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മട്ടൻ കുറച്ച് നന്നായി കഴുകി കുക്കറിലിട്ട് കൊടുത്തു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ് വെച്ച് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി വലിയ സ്പൂണിന് 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ ഒരു എരിവ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മീറ്റ് മസാല 2 സ്പൂണ് അളവിൽ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ പെരുംജീരകം അത് 1 സ്പൂണ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇത് ഇന്ദുപ്പാണ് കേട്ടോ. അതാണ് ഒരു റോസ് കളർ കേട്ടോ. സാധാ കല്ലുപ്പല്ല, ഇന്ദുപ്പാണ് കേട്ടോ. കല്ലുപ്പാണ് ഇന്ദുപ്പ് കേട്ടോ. അത് നല്ലതാണ് ശരീരത്തിനെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനിതാ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മുങ്ങുന്ന ലെവലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് കറിയാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം പോലെയൊക്കെ ആവണമല്ലോ. അതിന് അങ്ങനെ ഒരു അളവൊന്നുമില്ല. ഞാൻ 2 കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലെല്ലാം ഇട്ട് കൊടുത്തായി കേട്ടോ. മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്താൽ ഇനി ഒന്നും ഇടാനൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി പോരാത്തതിന് നമുക്ക് വേണമെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു കുക്കറൊക്കെ മൂടി വിസിൽ വെക്കണം കേട്ടോ. മട്ടൻ നന്നായിട്ടൊന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ 2 3 വിസിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഫ്രണ്ട്സ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തിനും കോമ്പിനേഷനായിട്ടാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന നല്ല കമൻറ്റ്സ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് മല്ലിയില, പച്ചമുളക് എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി 1 സ്പൂൺ ഉപ്പ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് എപ്പോഴും കഴുകാറ്. കാരണം മല്ലിയിലയിലൊക്കെ എന്തായാലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മല്ലിയില ഇല്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണമല്ലോ. കുക്കർ വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ 3 വിസിലൊക്കെ ആവട്ടെ. അപ്പോഴാണല്ലോ മട്ടനാണല്ലോ, ചിക്കൻ അല്ലല്ലോ. മട്ടൻ കുറച്ച് വേവാൻ കുറച്ച് വിസിലൊക്കെ വേണമല്ലോ. അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്.
ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കേട്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇനി കുറച്ചും കൂടി വേവണം കേട്ടോ, ഈ ഒരു മട്ടൻ കുറച്ചും കൂടി വേവണം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാം എനിക്ക് കറക്റ്റാണ്, പക്ഷേ മട്ടൻ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ മട്ടനിൽ ഞാൻ മുരിങ്ങക്കായും കൂടി ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഞാൻ നേരാക്കുന്നത്. പിന്നെ വലിയൊരു ഉരുളക്കിഴങ്ങും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ നമുക്ക് കുറച്ച് മണ്ണ് പിടിച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല കുറച്ച് വൃത്തിയാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു അരമണിക്കൂർ വെള്ളത്തിലും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ സവോള, അത് ഞാനിതാ എല്ലാം ഒന്ന് സവോള തോലൊക്കെ എടുക്കുകയാണ്. പിന്നെ ഈ സവോള നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഒരു കറുപ്പ് കളറിലൊക്കെ വരുന്നുണ്ടല്ലോ, അത് ഒരു ഫംഗസാണ് കേട്ടോ. അതുകൊണ്ട് ആരും തന്നെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴുകിയിട്ടൊന്നും ഉപയോഗിക്കരുത്. മാക്സിമം ആ മേലത്തെ ആ കറുപ്പ് കളറ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റുക കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കോഴിക്കൊക്കെ കൊടുക്കുക. കോഴിക്കൊക്കെ നമുക്ക് ഈ ഒരു തോലൊക്കെ കൊടുക്കും കേട്ടോ. കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉള്ളിത്തോലൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മുടെ പീക്ക കോഴിയെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും കുക്കിംഗ് വീഡിയോസിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, യാത്രാ വീഡിയോസിലും വന്ന് ചോദിക്കുന്നുണ്ട്, പീക്ക എന്ത് ചെയ്യണ്, പീക്ക ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരു ദിവസം പീക്കനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, പീക്കനെ കാണിച്ചു തരണം, പീക്കനെ കാണിച്ചു തരണം. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ആൾ കുറച്ച് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ചൂടായല്ലോ, അപ്പോൾ കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഒരു 4 തക്കാളി, ഒരു കറിയാണല്ലോ, നല്ല കുറുകിയ ചാറുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ബിരിയാണി, നെയ്ച്ചോറ്, സാദാ ചോറ് എല്ലാത്തിനും കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കയ്യിലുള്ള കായ്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മട്ടനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കായ്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഞാനിതാ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തു. പിന്നെ ഒരു 3 സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏത് എണ്ണ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് പട്ടയാണ് കേട്ടോ, പട്ട. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പട്ടയല്ല കേട്ടോ. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. ഇതുപോലെ 2-3 കഷ്ണം പട്ടക്കൊമ്പ് കിട്ടിയതാണ് കേട്ടോ. ഇത് പട്ടക്കൊമ്പാണ്. പട്ട വലിയ മരം ഉണ്ടല്ലോ, മരത്തിൽ നിന്ന് 2-3 കൊമ്പ് പൊട്ടിച്ചിട്ട് വന്നതാണ്. കണ്ടല്ലോ, ഇതിങ്ങനെ ചുരണ്ടി എടുത്തതാണ് കേട്ടോ. ഈ കൊമ്പ് കാണിച്ചല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ കത്തിയിൽ ചുരണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാനിതാണ് ഇത്രയും ദിവസം ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ എടുത്തത് കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിലിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, നല്ല മണമാണ് കേട്ടോ ഈ ഒരു കൊമ്പിന്. ഇതിൻ്റെ മേലാകെ നല്ല കാഞ്ഞ് വരുമ്പോൾ ഈ കൊമ്പിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കുക കേട്ടോ. പട്ട ഇതാ കുറച്ച് കരാമ്പ് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. മണമാണല്ലോ കരാമ്പും പട്ടയൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തത് കേട്ടോ, അതും ഇടുന്നുണ്ട്. ക്രഷ് ചെയ്ത വറ്റൽമുളകും ഇടുന്നുണ്ട്. ഇത് ഓരോന്നായിട്ട് ഞാൻ ഇടുകയാണ്. ഇനി കുറച്ച് ചെറിയുള്ളി തൊലിച്ചത് ഒരു 5-6-7 ഇട്ട് കൊടുത്ത് അതൊരു മണവും ഒരു ടേസ്റ്റും ആണല്ലേ. കുറച്ചെങ്കിലും എപ്പോഴും നമ്മൾ എന്തെങ്കിലും കറിക്കൊക്കെ വയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ എപ്പോഴും കുറവാക്കാറാണ് കേട്ടോ. എണ്ണ എപ്പോഴും ഞാൻ കുറച്ച് പിശുക്കിയിട്ടാണ് ഒഴിക്കാറ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5-6 സ്പൂണൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ മല്ലിയിലയൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനെപ്പോഴും അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കഴുകുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ വെച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും അരച്ചതൊന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. കാരണം എനിക്ക് 2-3 ദിവസത്തിനുള്ളതാണ് ഞാൻ അരച്ച് വെച്ചത് കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും അരയ്ക്കാറ്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ എപ്പോഴും ഒരുപാടൊന്നും അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല കേട്ടോ. അത്യാവശ്യം 2-3 ദിവസത്തിനുള്ളത് മാത്രമേ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് പഴകിയതൊന്നും വെക്കുന്നത് അത്ര എനിക്കിഷ്ടമല്ല കേട്ടോ. കുറച്ച് ഫ്രഷായിട്ടൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണല്ലോ അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ സംസാരിച്ച് സവോളയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ ഉപ്പിടുന്നത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. വിട്ടു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം മട്ടനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം ഇടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഈ ഉള്ളി വേഗം വഴറ്റി കിട്ടാനാണ് ഉപ്പിടുന്നത് കേട്ടോ.
അപ്പോൾ അതിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ്റെ കറിയാണ് ഫ്രണ്ട്സ്. നമ്മുടെ കയ്യിലുള്ള കായൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നല്ല പഴുത്ത തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. പഴുത്ത തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ഫ്ലെയിമൊക്കെ കുറച്ച് ഹൈ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. തക്കാളി ഇടുമ്പോൾ കുറച്ച് കൂട്ടി വയ്ക്കും കേട്ടോ എപ്പോഴും ഞാൻ. കാരണം ഈ പൊടികൾ ഇടുമ്പോഴാണ് എപ്പോഴും ഫ്ലെയിം കുറവാക്കി വെക്കുന്നത്. കരിഞ്ഞു പോകുമോ എന്ന്. അപ്പോൾ പിന്നെ തക്കാളിയൊക്കെ ഇടുമ്പോൾ കുറച്ച് കൂട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ മട്ടനൊക്കെ വേവിച്ചല്ലോ. ഞാനൊരു 3 വിസിലൊക്കെ വെച്ചു കേട്ടോ. 3 വിസിൽ വെച്ച മട്ടൻ നമുക്ക് ഈ മട്ടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു തക്കാളി വഴറ്റി എടുത്തില്ലേ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നല്ല ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പം മേലാകെ മണ്ണൊക്കെ പോയിട്ടോ. അപ്പോൾ ഇത് തോലോട് കൂടിയാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇടുന്നത്. അതും കുറച്ച് വലിയ പീസായിട്ടാണ് ഇടുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ തോലൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ. തോലൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒപ്പം മുരിങ്ങക്കായ് അതും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ് മാത്രം ഇപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് അത് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യിലുള്ളത് മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചു കേട്ടോ. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേവട്ടെ. മുരിങ്ങക്കായ്ക്ക് പിന്നെ ഒരുപാട് വേവൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ഉരുളക്കിഴങ്ങ് വേവണം. കാരണം നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത് അല്ലേ. നമ്മൾ ചട്ടിയിലിട്ടിട്ടാണല്ലോ ഉരുളിയിലിട്ടിട്ടാണല്ലോ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു 5-6-10 മിനിറ്റൊക്കെ ഇങ്ങനെ വേവണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒരുപാട് പേർക്ക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റൊന്നും അറിയില്ല അല്ലേ. അറിയാത്തവർ ഇങ്ങനത്തെ തന്നെ ഉള്ളൂ. ഇഞ്ചി നന്നായിട്ട് ചുരണ്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കുക. വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചില ആളുകൾക്ക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റൊന്നും അറിയില്ല. അവർ പുറത്തുനിന്ന് നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പുറത്ത് പാക്കറ്റൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ഇരുന്ന് തൊഴിച്ചാലും നമുക്ക് വീട്ടിൽ നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിത് തേങ്ങ ഒരു 4 സ്പൂൺ തേങ്ങയൊക്കെ അരച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു തേങ്ങ ഇങ്ങനെ അരച്ച് വയ്ക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ഞാൻ അരച്ച് വെച്ചാൽ എനിക്ക് ഇന്നത്തേക്കും ആയി നാളത്തേക്കും ആയി കേട്ടോ. പെട്ടെന്ന് കറണ്ടൊക്കെ പോകുമ്പോഴേ അയ്യോ കറണ്ട് പോയല്ലോ, ഇനി എപ്പോൾ കറണ്ട് വരും, കറണ്ട് വന്നിട്ട് വേണം തേങ്ങ അരയ്ക്കാനെന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു തേങ്ങ എടുത്തിട്ട് അരച്ച് വയ്ക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. പിന്നെ ആവശ്യം ഈ ഒരു തേങ്ങ അരച്ചാൽ എനിക്ക് ഇന്നത്തേക്കും ആയി നാളത്തേക്കും ആയല്ലോ. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തേങ്ങ ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് തിളയ്ക്കാനും നിൽക്കണ്ട. ജസ്റ്റ് ഒരു തിളച്ചത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല 1 സ്പൂണ് പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയല്ലോ അല്ലേ. ഉപ്പ് മുളകെല്ലാം ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, 1 സ്പൂൺ അളവിൽ ഞാൻ പിന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരൊറ്റ തിള കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാത്തിനും കോമ്പിനേഷനാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാവും, നമുക്കൊരു സന്തോഷമാവും, നമുക്കും തൃപ്തിയാവും. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും വീട്ടിൽ ആരും വന്നില്ല. നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല ടേസ്റ്റുള്ള മട്ടൻ കറിയാണ്. മുരിങ്ങക്കായൊക്കെ ഇട്ടാൽ അടിപൊളിയാണ്. ട്രൈ ചെയ്യാം കേട്ടോ.